നമസ്കാരം, അജ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു കുക്കർ ചിക്കനുമായിട്ടാണ് ഞാൻ വരുന്നത്. ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഞാനിവിടെ 1 കിലോയും 200 ഗ്രാം തൂക്കമുള്ളൊരു ചിക്കനാണ് എടുത്ത്. ഒത്തിരി വലിയ ചിക്കൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഈ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല ഇറങ്ങുകയുള്ളൂ, അതുപോലെ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. ഒത്തിരി ഡീപ്പായി വരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴത് അടന്നു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് ഒത്തിരി താഴത്തിലായി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മസാല മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു ഗസ്റ്റൊക്കെ ഉണ്ടെന്ന് നേരത്തെ അറിയുകയാണെങ്കിൽ ഒരു നല്ല ഡിഷ് അവർക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഒരു 4-5 മണിക്കൂർ മുമ്പ് നമുക്ക് മസാല പുരട്ടി വെക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പുതിനയും മല്ലിയിലൊക്കെ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ അരിഞ്ഞിട്ട് ഒരു വ്യത്യസ്തമായിട്ട് അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അതിനെ അരച്ചെടുത്താലും മതി. നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ആവിയിൽ വേവുന്ന ചിക്കനായതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. കാരണം മറ്റുള്ള നമ്മൾ ചിക്കൻ വറുത്ത് കോരുമ്പോഴും മറ്റുള്ള രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്കുണ്ടാകുന്ന അത്രത്തോളം എണ്ണയുടെ ഉപയോഗം ഇതിനില്ല. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും. അതുപോലെ തന്നെ ഈ കുക്കറിനകത്ത് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. നമ്മൾ സാധാരണ ചിക്കനൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിച്ചാലും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചാലും കിട്ടാത്ത വ്യത്യസ്തമായൊരു ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 5 മണിക്കൂർ നേരത്തേക്കാണ് മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ കാലിന് വിട്ടുപോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ കാല് ബോഡിയോട് ചേർത്ത് നമ്മൾ കുത്തുകയാണ്. അപ്പോൾ 2 സ്ഥലവും നമുക്ക് കുത്തി നന്നായിട്ട് സെറ്റ് ചെയ്യാം. അഥവാ നിങ്ങളുടെ അടുത്ത് ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ ഒരു നൂല് ഉപയോഗിച്ചുകൊണ്ട് 2 കാലും തമ്മിൽ ചേർത്ത് കെട്ടിയാലും മതി. അങ്ങനെ നമുക്ക് അതിനെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ചിക്കനെ നമ്മൾ കമത്തി വേണം കുക്കറിൽ വെക്കാൻ. ഇത് പാചകം ചെയ്യാനായിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ എണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇങ്ങനെ കമിഴ്ത്തി വെക്കണം. കാരണം ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കഴിയുമ്പോഴേ അതിൻ്റെ പ്രോപ്പറായിട്ട് ആ ബോഡി ബാലൻസ് ചെയ്ത് ഇരിക്കത്തുള്ളൂ. മാത്രമല്ല വളരെ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടാനും അങ്ങനെ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച് നമ്മൾ 2 വിസിലാണ് അടുപ്പിച്ചത്. എന്നിട്ട് കുറച്ച് നേരം ചൂടൊക്കെ ഒന്ന് ആറാൻ വെച്ചതിന് ശേഷം തുറന്നതാണ്. കണ്ടോ, നന്നായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റും ആ ഒരു ലുക്കും ഒക്കെ വരത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മൊരിയിക്കാം. നിങ്ങൾ കണ്ടോ, അതിൻ്റെ ഇടയിൽ നല്ല ചിക്കൻ വെന്ത സ്റ്റോക്ക് കിടപ്പുണ്ട്. നമുക്ക് ആ സ്റ്റോക്ക് അവിടെ വെച്ചിട്ട് നമുക്കൊരു ഗ്രേവി ചെയ്യുമ്പം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ വെന്ത ചിക്കനെ നമ്മൾ ചെറുതായിട്ട് എണ്ണയ്ക്ക് ഒന്ന് തളിച്ചു കൊടുത്ത് മൊരിയിച്ചെടുക്കാൻ പോവുകയാണ്. ഉണ്ടോ, അത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ അടന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ മൊരിയിച്ചപ്പോഴേക്കും ആ സ്ഥലം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണും മനസ്സിലാവും. ഒരു നല്ല അപ്പിയറൻസൊക്കെ ഒരു നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം നന്നായിട്ട് എല്ലാ സൈഡും ചിരിച്ചും മറിച്ചും ഒക്കെ ഞാൻ അതിനെ മൊരിയിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് നല്ലൊരു ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച എണ്ണ തന്നെയാണ്, ചിക്കനെ മൊരിക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇച്ചിരി ക്യാപ്സിക്കവും ഗാർലിക്കും ടൊമാറ്റോയും ഒനിയനും ചേർത്തുകൊണ്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളെപ്പോഴും വ്യത്യസ്തങ്ങളായ രുചികൾ തേടുന്നവരാണ്. അപ്പം ഇതൊരു വ്യത്യസ്തമായ രുചിയാണ്. നിങ്ങൾ ഈ ഒരു ഗ്രേവി നമ്മൾ മുമ്പൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്കും ഡിഫറെൻ്റ് ആയിട്ടൊരു ഗ്രേവിയാണിത്. കാരണം ഞാനും ഈ ഗ്രേവി തയ്യാറാക്കുന്നതിന് മുമ്പ് ഇത്ര ടേസ്റ്റി ആയിട്ട് ഈ ഗ്രേവി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അത് പ്രിപ്പയർ ചെയ്തപ്പോഴേക്കും വളരെ ടേസ്റ്റി ആയിട്ട് വന്നു. ശകലം മുളക് പൊടിയും അതുപോലെ തന്നെ 1 സ്പൂണ് ചിക്കൻ മസാലയും ഞാൻ ചേർത്ത് കൊടുത്തത്.
എന്നിട്ട് നമ്മൾ ആ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് ചിക്കൻ്റെ ആ നെയ്യ്, അതുപോലെ തന്നെ മസാല അതെല്ലാം ചേർന്നതും അതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. അങ്ങനെ വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മളുടെ ഗ്രേവി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കതിനെ നമ്മുടെ ചിക്കൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കുക്കർ ചിക്കനും ഗ്രേവിയും റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഇതിനോട് കഴിക്കാനായിട്ട് അറബിക് ഹുമ്മൂസും അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നന്നായി വെന്ത് എന്താണ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഉള്ളിലേക്കൊക്കെ നന്നായി വെന്ത് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഗ്രേവി ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു കുബൂസിൻ്റെ കഷ്ണത്തിനകത്തേക്ക് വെക്കുക. അതിലേക്ക് ശകലം ഹുമ്മൂസും അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റ് നമുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾ ശരിക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അത്രയ്ക്കും ഡിഫറെൻ്റായ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, സൂപ്പർ ടേസ്റ്റാണ്, കഴിച്ച് നോക്കണം.